ഭരണഘടന രൂപീകൃതമായ കാലയളവ് മുതൽ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതെന്നും നമ്മുടെ എല്ലാവരുടെയും മുൻപിലുള്ളതാണ്. അവയെല്ലാം ചരിത്രത്തിന്റെ ഭാഗവുമാണ്. രാജ്യസഭയിൽ അമിത്ഷാ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞപ്പോൾ ഭരണഘടനയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറെ വില കുറച്ച് കാണിക്കുകയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയും ചെയ്തതായ ആ സംഭാഷണ ശൈലിയാണ്. രാജ്യം ഒന്നാകെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ അമിത്ഷാ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാജ്യത്തെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. പാർലമെന്റിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ആ വിഷയം നിലനിൽക്കുകയാണ്. ഇത് കേവലം ഒരു നിസ്സാരമായ ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ടെന്നാൽ 1950 മുതൽ നമുക്കറിയാം ഭരണഘടനയെ ഏതു തരത്തിൽ അപമാനിച്ചവരാണ് സംഘപരിവാർ. ഭരണഘടന രൂപീകൃതമായ കാലയളവിൽ തന്നെ പറഞ്ഞത് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് ഭാരതീയ ദേശീയതയുമായി ബന്ധപ്പെട്ട് ഒന്നും ഇതിലില്ല എന്നാണ് RSSന്റെ സുപ്രധാനമായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകൾ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും സർവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും എല്ലാവരുടെയും അവകാശങ്ങൾ തത്തുല്യമായി നിർവചിക്കുകയും എല്ലാവർക്കും തുല്യ പരിഗണന, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ആ പരിഗണന കൃത്യമായി ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിലൂടെ വിവക്ഷിക്കുകയും രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ എല്ലാ നിലയിലുമുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഒരു കാലത്തും BJPയും RSSും അംഗീകരിച്ചിട്ടുണ്ട്. അതിനെതിരായി പല പ്രസ്താവനകളും അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും സംഘടിതമായ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. MS ഗോൾവാർക്കറുടെയും അതോടൊപ്പം തന്നെ RSSന്റെ തത്വചിന്തകളുടെയും ഒക്കെ പ്രസ്താവനകൾ ചരിത്രത്തിന്റെ രേഖകളിൽ. പിന്നീട് ഭരണഘടന വെല്ലുവിളി നേരിട്ട കാലഘട്ടത്തിലൊക്കെയും അവരുടെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുകളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ഒരു വസ്തുത. നമുക്കറിയാം മതേതരത്വം അതെല്ലാ നിലയിലും സംരക്ഷിക്കപ്പെടും. നമുക്കറിയാം രാജ്യത്തിന്റെ കാതലാണ്. പക്ഷേ ഭരണഘടന നിർമ്മിച്ചിരുന്ന കാലയളവിൽ മതേതരത്വം എന്നുള്ള വാക്ക് പ്രിയാമ്പിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇന്ത്യൻ മതേതരത്വം വലിയ വെല്ലുവിളിയെ നേരിട്ടപ്പോൾ അത് രാജ്യത്തിന്റെ പുരോഗതിക്ക്, രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായി സംരക്ഷിച്ചു നിർത്തേണ്ട കാര്യമാണ് എന്നുള്ള ആ ഒരു ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രിയാമ്പിളിൽ We the people of India having solemnly resolved to constitute India as a sovereign socialist secular democratic republic എന്നുള്ള ആ ഒരു തലത്തിലേക്ക് സെക്യുലർ എന്നുള്ള വാക്ക് അമെന്റ്മെന്റിലൂടെ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കേശവാനന്ദ ഭാരതി കേസ്, ആ കേസ് പറഞ്ഞിട്ടുള്ള അനുസരിച്ച് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അതിനെ വ്യത്യാസം വരുത്താൻ പാടുള്ളതാണ്. ഒരു തരത്തിലും അതിന് വ്യത്യാസം വരുത്താൻ പാടുള്ളതാണ്. എന്ന് വെച്ചാൽ ഭരണഘടന വിവക്ഷിക്കുന്ന മൂല്യങ്ങൾ ഒരിക്കലും തമസ്കരിക്കപ്പെട്ടു പോകരുത്, ഇതാണ് അതിന്റെ അർത്ഥം. പക്ഷേ BJP ഓരോ തരത്തിലുമുള്ള ഇടപെടലുകളിലൂടെ ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് എല്ലാം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇപ്പൊ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി ഒന്നാകെ പൂർണ്ണമായി ഗവൺമെന്റിന് വശംഭേദപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നാണ്. അത് അതിന്റെ എല്ലാം നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഇന്ന് BJPക്ക് വേണ്ടപ്പെട്ടവരാണ്. ED, CBI, കുറ്റാന്വേഷണ ഏജൻസി, ഇതെല്ലാം അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ. അതിന്റെ പേരിൽ എല്ലാ അവകാശങ്ങളും തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്ന ഒരു സ്ഥിതിയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 400 സീറ്റിലധികം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന അഹങ്കാരത്തിന്റെ ഭാഷ അവർ ഉപയോഗിച്ചു. പക്ഷെ ജനങ്ങൾ അത് അംഗീകരിച്ചില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അങ്ങനെ 400 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായും ഭരണഘടന തന്നെ ഇല്ലായ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഈ ഭരണ സംവിധാനങ്ങൾ പോലും ഉടച്ചു പാർക്കുന്ന തരത്തിലേക്ക് ജനാധിപത്യ ക്രമത്തെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം, ലോകത്തിന് മുൻപിൽ ഇന്ന് തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ രാജ്യം വളർന്നു വികസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാം അടിസ്ഥാനം ജനാധിപത്യമാണ്, ഭരണ സംവിധാനങ്ങളാണ്. അതിലൂടെ വന്ന ഭരണ സംവിധാനം അതെല്ലാം ഇന്ന്
ഇല്ലാതെയാക്കിക്കൊണ്ട് എല്ലാം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ജാതീയതയുടെയും വർഗീയതയുടെയും പേരിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുമായി. പക്ഷെ രാജ്യത്തെ ജനം ഉണർന്നു ചിന്തിക്കുകയും 400 സീറ്റ് എന്നുള്ള അവരുടെ വിലാസങ്ങൾ അതിനെ തമസ്കരിക്കുകയും ഇന്ത്യ സഖ്യം പൂർവാധികം ശക്തിപ്പെടുകയും പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി കടന്നു വരികയും ഒക്കെ ചെയ്ത ആ ഒരു സമീപ കാലഘട്ടത്തിന്റെ ആ ഒരു യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. BR അംബേദ്കർ അദ്ദേഹം രാജ്യത്തെ സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ, ദളിതരുടെ, പീഡിപ്പിക്കപ്പെട്ടവരുടെ എല്ലാ തരത്തിലുള്ള അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയധാരയുമായി പലപ്പോഴും അഭിപ്രായ വ്യത്യാസം പോലും ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ ശില്പിയായിട്ടുള്ള, രാഷ്ട്രശില്പിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ വിശാലമായ കാഴ്ചപ്പാട്, ഭരണഘടന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു തത്വസംഹിതയല്ല. പക്ഷെ ഈ രാജ്യത്തെ അഭിപ്രായമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും യോജിപ്പുകളുടെയും വിയോജിപ്പുകളുടെയും ഒക്കെ കൂടിച്ചേരലായിരിക്കണം ഭരണഘടന എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട്, കോൺഗ്രസ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, ആ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിമർശനങ്ങൾ പറയുമെങ്കിലും ഡോക്ടർ BR അംബേദ്കറെ പോലെ ഏറ്റവും മഹാനായ നേതാവ്, ദളിതരുടെയും പിന്നോക്കക്കാരുടെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാകണം എന്നുള്ള ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടി അന്ന് കൈക്കൊണ്ടു. അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആ സുചിതമായ തീരുമാനം വേണമെങ്കിൽ അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ആരെ വേണമെങ്കിലും ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്താം. പക്ഷെ അതല്ല, BR അംബേദ്കർ എന്നുള്ള ആ ഒരു മഹാനായ മനുഷ്യൻ, ലോകമുള്ളിടത്തോളം സ്മരിക്കപ്പെടുന്ന ആ നാമം, അത് ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും എഴുതപ്പെട്ട ദൈർഘ്യമേറിയ ഭരണഘടന, ഇത്രയും കാലം യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളില്ലാതെ മറ്റു പല ഭരണഘടനകളും മറ്റു പല രാജ്യങ്ങളിലും, പാകിസ്ഥാനിലും അതുപോലെ അയൽ രാജ്യങ്ങളിൽ ഒരുപാട് നേപ്പാൾ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിൽ, മിക്കവാറും രാജ്യങ്ങളിലെല്ലാം ഭരണഘടന തിരുത്തപ്പെടുകയും എടുത്തു മാറ്റപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഇന്ത്യൻ ഭരണഘടന സ്ഥായിയായി നിലനിർത്തപ്പെടുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ വ്യത്യസ്തതകളെ ഒരുമിപ്പിക്കുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള മഹത്തായ സങ്കല്പം, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള സങ്കല്പം, ഏവരുടെയും അവകാശാധികാരങ്ങളെ ഊട്ടിപ്പുറപ്പിക്കുന്ന ആ ഒരു ചിന്തകളെ കൂട്ടിയോജിപ്പിക്കുന്ന ആ ഒരു സവിശേഷതയാണ് ഭരണഘടനയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഭരണഘടന നിലനിൽക്കുന്നത്. അത് BR അംബേദ്കറെ പോലെ ഏറ്റവും മഹാനായ ഒരു നേതാവ് തന്നെ അതിന് നേതൃത്വം കൊടുക്കണം എന്നുള്ള ആ ഒരു വിശാല മനസ്കത, അത് കോൺഗ്രസും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ എടുത്തതായ ഒരു ചരിത്ര രേഖകളിൽ എഴുതപ്പെട്ട തീരുമാനമാണ്. തീർച്ചയായും ആ അംബേദ്കറെ സംരക്ഷിക്കാൻ, അംബേദ്കറുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിദ്യാശാസ്ത്രപരമായ നിലപാടുകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഭരണഘടനയെ പോലും അംഗീകരിക്കുന്നില്ല BJP RSS, അതാണ് ചരിത്രം. അപ്പോൾ അംബേദ്കറെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അമിത്ഷാ തുടർച്ചയായ പരാമർശങ്ങൾ കൊണ്ട് ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ചത്. അതിന് അദ്ദേഹം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് തുടർച്ചയായി 3 ദിവസം പാർലമെന്റിൽ സമരമായിരുന്നു. അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല, ന്യായീകരിക്കാനുണ്ടായി, പ്രധാനമന്ത്രി ന്യായീകരിച്ചു. അപ്പോൾ ഇന്ത്യയിലെ പിന്നോക്കക്കാരെ, അധസ്ഥിതവർഗത്തിൽപ്പെട്ട ആളുകളെ, അതോടൊപ്പം തന്നെ സാധാരണക്കാരെ എല്ലാവരെയും അപമാനിക്കുന്ന ഒരു സമീപനമാണ് BJP ചെയ്തിട്ടുള്ളത്. അമിത്ഷാ രാജിവെക്കണം എന്നുള്ള ആ ഒരു ആവശ്യം രാജ്യമൊന്നാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിപക്ഷ പ്രസ്ഥാനം ഒരുമിച്ച് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ MP-മാർ അവരുടെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പത്രസമ്മേളനം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി മുൻപോട്ട് പോകണമെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ദിവസം എല്ലാ MP-മാരും ഈ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തി അമിത്ഷാ രാജിവെക്കണം എന്നുള്ള ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത്. ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാർമ്മികമായ പോരാട്ടത്തിന് എന്നും എക്കാലവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും നേതൃത്വം നൽകും എന്നുള്ളത് കൂടി ഒരിക്കൽ കൂടി അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ ലോകമുള്ളിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറയായ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആധാരമാകുന്ന ഭരണഘടനയെ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഈ കട്ടപ്പനയിലെ നിക്ഷേപന ആത്മഹത്യ സംഭവം ഇതുവരെ 3 ദിവസം കഴിഞ്ഞിട്ട് ആത്മഹത്യ പ്രേരണപ്പെട്ടെന്ന് ചുമത്താൻ പോലീസ് തയ്യാറാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്താണ്? ശക്തമായ പ്രക്ഷോഭമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോ പ്രതിഷേധ ധർണ, അടുത്ത ദിവസം 27-ാം തീയതി DCCയുടെ ആഭിമുഖ്യത്തിൽ DYSP ഓഫീസ് മാർച്ച് നടക്കുകയാണ്. ഇവിടെ തുടക്കം മുതലേ നമുക്കറിയാം, നിക്ഷേപകൻ മരണപ്പെട്ട ആ സമയം മുതൽ
ഇൻക്വസ്റ്റ് നടപടി ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരും ആ സമര രംഗത്ത് വളരെ സജീവമായി. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളം ആഗ്രഹിച്ച ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എപ്രകാരമാണോ നവീൻ ബാബുവിന്റെ കേസ് അവിടെ പ്രതിയെ സംരക്ഷിക്കാൻ CPM ശ്രമിച്ചത്, അതേപോലെ തന്നെ കട്ടപ്പനയിലും പ്രതികളെ സംരക്ഷിക്കാൻ CPM ശ്രമിക്കുക. അവസാനം ഗത്യന്തരമില്ലാതെ PP ദീപയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നവീൻ ബാബുവിന്റെ കേസ്. ഇവിടെ ഒരു സംശയവും വേണ്ട, BR സജിയെ അറസ്റ്റ് ചെയ്യണം. BR സജിയെ അറസ്റ്റ് ചെയ്യണം. ഇവിടെ കൊലപാതക കേസിലാണ് ഇവർക്കെതിരെ FIR. സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു പോകും, പക്ഷെ ഇപ്പോഴും അതിനു മേലെ അടയിരിക്കുക. ഇവിടെ പോലീസിന്റെ കരങ്ങൾ ബന്ധിതമാക്കി വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് DKSP ഇന്നുവരെയുള്ള അനുഭവം. പക്ഷേ ആ SP പോലും വൈദിക്ക് നിർത്താനുള്ള ഒരു ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് വ്യക്തിപരമായി.